ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബേരി ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് ചെടിയാൾ നട്ടിട്ടുള്ള കഷ്ടപ്പാടിന്റെ കഥകൾ പറഞ്ഞു തരാണ്ട്. അപ്പൊ രാവിലെ തന്നെ ഈ കെട്ടും മാറാപ്പൊക്കെ എടുത്ത് പായുന്നത് വേറെ എങ്കേയും കിടയാതെ നമ്മൾ അമ്പലവേൽ തറപ്പയിൽ ഫാമിലി അല്ല ഫാമിലോട്ട് പോവാണ്. അവിടെ ഇപ്പൊ എന്താ പരിപാടി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫാമിൽ അല്ലെങ്കിൽ ആരും ചോറും സാമ്പാറും തിന്നാനല്ലല്ലോ പോവാ, ചെടിയാൾ വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പോവാ. തമാശ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര നാണാ. പെരിയിലാണെങ്കിലും ഞാൻ നാണോ മാനോ ഇല്ലാത്തൊരു സാധനമാണ്. എന്റെ ആ ഒരു നടത്തും ആ ആറ്റിറ്റ്യൂഡും ആ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങളെയായിരിക്കും എനിക്ക് ചെടീനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. വെറുതെയാണ്, എനിക്ക് ചെടീനെ പറ്റിയിട്ട് ഒരു ABCD പോലും അറിയില്ല. എന്റെ ഉമ്മാക്ക് അറിയുള്ളൂ. ഉമ്മ ഇങ്ങനെ വാങ്ങും, ഞാൻ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കും. എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ഫാമിൽ പോയിട്ട് ഒരു 20 ചെടിയും 10 ചട്ടിയും വാങ്ങി തിരിച്ച് പെരീക്ക് വന്നു. ഇനിയാണ് എന്റെ കഥ തുടങ്ങുന്നത്. പെരീക്ക് വന്നത് ഉമ്മ എന്നോട് പറയാണ്, ഈ കുന്ത വിഴുങ്ങിയ മാതിരി പെരിയിലിരിക്കാതെ എന്തെങ്കിലുമൊക്കെ മുറ്റത്തിറങ്ങി പണിയൊക്കെ എടുക്കട്ടോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും നഷ്ടപ്പെടൂല. അതാണ് ഈ കൊണ്ടതിന്റെ ആത്മാഭിമാനത്തിലിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ എന്റെ അമ്മ പറയാണ്, ചെടിന്റെ മൂട്ടിലിടാൻ ചാണകം വേണം, പോയി അക്കരത്തെ പെരയുന്നത് വാങ്ങിയിട്ട് വാങ്ങാണ്ട്. ആ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച പെര എന്റെ പെര. ഈ കാണുന്നത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ്. ആ കാണുന്നത് നമ്മളെ പാലാണ്. ആ പാലം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വയനാട് കേരളമാണ്. അതായത് അടുത്ത സ്റ്റേറ്റിലുള്ള പശുവിന്റെ ചാണകം വാങ്ങാനാണ് ഞാൻ ഈ പോണത്. എന്തൊരു കഷ്ടാ നോക്കിയാ, കുനിഞ്ഞു നിന്നൊരു പാട്ട പോലും എടുക്കാത്ത എന്നെ കൊണ്ട് ഉമ്മ ചാണകം വരെ വാങ്ങിക്കാൻ കൊണ്ടുപോകാൻ തുടങ്ങി. കേരളത്തിലെ പശുവിന്റെ ചാണകം ഇനി തമിഴ്നാട്ടിലെ ചെടിക്ക് പറ്റുമോ ആവും. ഇപ്പൊ ഈ കാര്യം ഇവിടെ പറയാനായിട്ട് വേറൊരു റീസണും കൂടി ഉണ്ട്. ഇവിടെ കുറെ ആൾക്കാർക്ക് ഒരു സംശയമാണ്, ഇന്റെ പേര് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ, എങ്ങനെ ആ ഒരു ഇത് കണക്ട് ആയി വരും. ഞാൻ മലയാളമാണല്ലോ പറയണേ. അപ്പൊ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലോ, അതിനുള്ള ഉത്തരാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. എനിക്ക് 1-2 ചാട്ടത്തിന്റെ വ്യത്യാസമുള്ള ഈ കേരളവും തമിഴ്നാടും തമ്മിൽ. അതൊക്കെ എനിക്കൊരു സിമ്പിൾ കാര്യമാണ്. അപ്പൊ അതാ വന്ന് നോക്കുമ്പോ ചെടി നടാനായിട്ട് മണ്ണില്ല. പിന്നെ മണ്ണ് പെറുക്കി കൊണ്ടുവരാനായിട്ട് ഇനി ഇപ്പാനും പറഞ്ഞയച്ചു. എനിക്ക് ഉപ്പാക്കും വേർപ്പിന്റെ അസുഖം ഉള്ളതാന്ന് ഉമ്മ മനസ്സിലാക്കണേ. ഉച്ചക്ക് ചോറ് തരൂല, അതാണ് ഉമ്മാന്റെ ഭീഷണി. അങ്ങനെ മണ്ണ് കൊണ്ടുവന്നു, ചാണകം കൊണ്ടുവന്നു, ചകിരിച്ചോറ് പിന്നെ കൈന് വല്ലം വാങ്ങിയാല് ബാക്കി ഒരു അരച്ചാക്ക് ഉണ്ടായിരുന്നു, അതും നമ്മൾ. അപ്പൊ അതിന് മുന്നേ നമ്മൾ വാങ്ങിയിട്ടുള്ള ചെടിയാൾ കാണിച്ചുതരാം. ഈ കാണുന്ന സാധനമാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വെയിലും മഴയായാലും ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് മുറ്റത്ത് ഇങ്ങനെ കാണാനായിട്ട് വെക്കാം. എപ്പോഴും പൂവിട്ടോണ്ടിരിക്കും, നല്ല രസമാണ് കാണാനായിട്ട്. കൊണ്ടുവരുമ്പോൾ ഇത്തിരി പോനെ ഉള്ളെങ്കിലും വലിയ ചട്ടിക്ക് നമ്മൾ മാറ്റി വെച്ചാൽ അത് മൊത്തം പടർന്ന് ഇങ്ങനെ ഉണ്ടാവും ചെയ്യും. എപ്പോഴും നിറയെ പല കളർ പൂക്കൾ ഇങ്ങനെ ഇട്ടുകൊണ്ട്, അതിന് പല കളറുള്ള ചെടിയും വാങ്ങണം കേട്ടോ. ഒരു ചെടിയിൽ പല കളറൊന്നും ഇടൂലേ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെടിയാണ്. ഇതിനെന്താ പേര് പറയാന്നൊന്നും എനിക്കറിയില്ല. ഇതിന്റെ ഒരു 5 കളർ നമ്മൾ പൂക്കളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഒരു 5 വാങ്ങി സാമ്പിൾ ഇനി ഇത് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വേണം ഇനി അതിന്റെ വെറൈറ്റി കളേഴ്സ് വാങ്ങാനായിട്ട്. പെട്ടെന്ന് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും, പെട്ടെന്ന് നാശമാണ് ചെടിയാണെങ്കിൽ ഞങ്ങൾക്കത് വേണം. പിന്നെ ഈ കാണുന്ന ചെടി ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ എല്ലാ കളറും എനിക്ക് ഇഷ്ടം. ഇതാണെങ്കിൽ ഞാൻ ഫാമിൽ ചെന്നപ്പോൾ തുടങ്ങിയിരിക്കണം, ഉമ്മ ഇത് വാങ്ങുമ്മ, ഇത് വാങ്ങ. അങ്ങനെ എന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അമ്മച്ചി ഇതിന്റെ ഒരു 5 വെറൈറ്റി കളേഴ്സ്. ഇതും ഒരുപാട് പൂക്കൾ തിങ്ങി നിൽക്കണ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പൊ അതിന്റെ ഒരു 5 വെറൈറ്റി കളറും വാങ്ങിക്കണം. അങ്ങനെ മൊത്തം 20 നമ്മൾ വാങ്ങിയത്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ചെടിയാളായിരുന്നു. ഈ നിത്യകല്യാണൊക്കെ എനിക്കും മാക്കും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉണ്ടായിരുന്നു അത്, പക്ഷെ ചെറിയ തൈയാണ്, അതിൽ പൂവൊന്നും വിരിഞ്ഞിട്ടില്ല. അപ്പൊ ഏത് കളർ പോവാന്ന് അറിയാത്തതും കൊണ്ട് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എടുക്കായി. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെടി. ഇത് ഞാൻ കുറെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ആകെ ഒരു ചെറിയൊരു തണ്ടു അതിലൊരു പൂത ഇതുപോലൊക്കെയാണ്. ഇത്ര ഉണ്ടായില്ല. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ സെറ്റ് ആയിട്ട് വളർന്നുണ്ടാവും. പിന്നെ ഇതാ ഒരു കൊല്ലമായിട്ട് ഇതുവരെയായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു ഭംഗവും ഇല്ല, ഉഷാറായി വളർന്നിക്കണെന്നല്ലാണ്ട് ഇന്നെ പോലെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതിൽ ആ 10 ചെടിയാളുണ്ടല്ലോ, നമ്മൾ 10 ചട്ടി ഒരേപോലത്തെ വാങ്ങിനല്ല, അതിൽ വെക്കാന്നുണ്ട് വിചാരിച്ചു. അപ്പൊ ആദ്യം കുറച്ച് കരിയിലകൾ പെറുക്കിയിടും. ഈ കരിയില പെറുക്കാനൊക്കെ ഞാൻ തന്നെ പോവണം. എന്തൊരു കഷ്ടപ്പാടാന്നറിയോ. ഈ കരിയില ഒന്നായിട്ട് പെറുക്കി കൂട്ടിയിടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചീഞ്ഞളിഞ്ഞു വരുന്ന സമയത്ത് ഒരു വളമാണ്. മാത്രമല്ല ഈ മണ്ണ് കുറവുള്ള ആൾക്കാർക്ക് ഇതൊരു ടെക്നിക്കും കൂടിയാണ്. ഈ പകുതി മുക്കാലും കരിയിലിട്ടാണ് ഫില്ല് ചെയ്ത ബാക്കി കുറച്ച് മണ്ണുണ്ട് വെച്ചാൽ പോരെ. ഏത് മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചാണകവും ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ മേൽവശത്ത് ഈ തേങ്ങയുടെ ചകിരി ഉണ്ടല്ലോ, അതാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോ എന്തിനാ വെച്ചിരിക്കണെന്ന് ചോദിച്ചാല് നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ വെക്കാനായിട്ടാണ് പ്ലാൻ. അപ്പൊ നമ്മൾ ഈ വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണാണെങ്കിൽ ഒന്നായിട്ട് ഈ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ അതിലോട്ട് ഒലിച്ചിറങ്ങി വരും. അപ്പൊ ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കുറെ നമുക്ക് ഒഴിവായി. ഇതുപോലെ എന്തെല്ലാം ട്രിക്സ് ആൻഡ് ടിപ്സ് ഇരിക്കുന്നുണ്ട് അറിയോ. ആരുടെ ഇന്റെ അടുത്തല്ല, എന്റെ ഉമ്മാന്റെ അടുത്ത്. സത്യം പറയാലോ, എന്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ്. കാരണം എന്റെ ഉമ്മ എന്തെല്ലാം ഇന്ന് പഠിച്ചിരിക്കണെന്ന് അറിയോ. പിന്നെ ഞമ്മക്കറിയണ കാര്യം വേറൊരാൾക്ക് ഷെയർ ചെയ്യുക,
അത് നിങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പൊ നമ്മുടെ കറുപ്പ് ചട്ടി 10 തീർന്നു. പിന്നെ ഈ സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു 5 ചട്ടിയുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതിന് 5 ചെടികൾ ഇതിലോട്ട് വെക്കാന്ന് വിചാരിച്ചു. ബാക്കി 5 ഞാൻ നേരത്തെ കാണിച്ചെന്ന കളർ ചട്ടി ഉണ്ടല്ലോ അതിലോട്ടും വെക്കാന്ന് വിചാരിച്ചു. എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അമ്മക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ്. അതിൽ കുറെ 8 കാല് വലട്ടിട്ടും കൂറ മുട്ടട്ടും വളർന്നുണ്ടായി എന്നല്ലാതെ ആ ഒരു 6-7 മാസത്തിൽ പ്രത്യേകിച്ച് ചെടികളൊന്നും നമ്മൾ വെച്ചില്ലേ. അപ്പൊ എല്ലാം കൂടി മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി നമ്മളെ സിറ്റ് ഔട്ടിന്റെ ഒരു സൈഡിൽ ഫുള്ള് കൊണ്ടുപോയി വെച്ചിക്കണ്. കാണാനായിട്ട് ഒരു സൈഡായിട്ട് ഫില്ലായപ്പോ അപ്പുറത്തെ സൈഡിൽ ഇല്ലാത്തതിന്റെ സങ്കടമായിരുന്നു. ഇനി അടുത്ത സൈഡ് ശരിയാക്കാനായിട്ട് നമുക്ക് അടുത്ത വട്ടം ഫാമിലോട്ട് ഒരു പോക്കും കൂടി പോണം. സത്യമാട്ടോ നമ്മളിത് കഷ്ടപ്പെട്ട് നട്ട് സെറ്റാക്കി ആ പെരന്റെ മുന്നിൽ കൊണ്ടുപോയി അതിലൊരു പൂ വിരിയുമ്പം പ്രത്യേകിച്ചൊരു ഫീല് മനസ്സിക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. എന്റെ ഉമ്മ പറഞ്ഞ് ശരി തന്നെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഏതായാലും അടിപൊളി ആയിക്കണേ. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പൂക്കളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ്. അപ്പൊ അടുത്തായിട്ട് വരാം. ബൈ.